ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്ന ഒരു IRF 150 ഒരു മോണോ ബോർഡാണ്. അപ്പോൾ ഇതൊരു സ്ക്രാപ്പ് വയ്ക്കുന്ന ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം മോസ്പെൻ്റെ കാലൊക്കെ നിലയിൽ ഒടിച്ച് ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിന് ലെഗ് നീട്ടം കൂട്ടേണ്ടി വരും. പിന്നെ ഇത് കുറച്ച് കമ്പോണൻസ് തുരുമ്പ് പിടിച്ച് പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് ട്രാൻസിസ്റ്റർ മിസ്സിങ് ആണ്. ഇവിടെ ഒരു കപ്പാസിറ്റി ഇല്ല. പിന്നെ ഇത് കുറച്ച് സ്പെയർ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം തുരുമ്പ് പിടിച്ച സ്പെയറിലൊന്ന് റിമൂവ് ചെയ്തിട്ട് മോസ്പെൻ്റെ കാലും എല്ലാം ഒന്ന് സോൾവ് ചെയ്തിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാം. ഞാനിത് പണ്ട് ഈ ബോർഡ് മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ 390-400 റേഞ്ച് ആയിരുന്നു. കുറേ കാലം മുന്നെയാണ്. ഇപ്പോൾ ഈ മോഡലിൽ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. അപ്പം അന്ന് മേടിച്ച ആ ഒരു വർക്കിംഗ് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് കണ്ടപ്പം ഒരു ഇഷ്ടം തോന്നി എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം അന്നേരം റെഡിയാക്കി എടുക്കാൻ തീരുമാനിച്ചു. പിന്നെ അത് തുരുമ്പ് പിടിച്ചൊക്കെ സ്പെയറിലൊന്ന് പറിച്ച് മാറ്റിയിട്ട് വേറെ സ്പെയർ ഇടണം. അപ്പം ആദ്യമേ പോയേക്കുന്ന ഈ കപ്പാസിറ്ററിൻ്റെ കാലെല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ 22 റെസിസ്റ്റർ ഒന്നും കാണാനില്ല. പിന്നെ 92 ട്രാൻസിസ്റ്റർ ഇവിടെ 1, 2 രണ്ടെണ്ണം ഇല്ല. പിന്നെ ഇവിടെ തന്നെ കാലെല്ലാം വളഞ്ഞ് കുത്തിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ തുരുമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറിച്ച് കളഞ്ഞിട്ട് വേറെ. പിന്നെ ഇവിടെ ജമ്പർ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. പിന്നെ റെസിസ്റ്റർ തുരുമ്പായിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് തുരുമ്പ് പിടിച്ചാൽ പറിച്ച് മാറ്റിയിട്ട് വേറെ ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ഈ PCയുടെ ബാക്ക് വശം ഒന്ന് ക്ലീൻ ചെയ്യാം. PCBക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് കമ്പോണൻസ് തുരുമ്പ് പിടിച്ച് പോയിട്ടുണ്ട്. അതേ ഉള്ളൂ മെയിനായിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയിട്ടെങ്കിൽ സംഭവം വർക്ക് ചെയ്യും. ആദ്യമേ സബിൻ്റെ ബോർഡൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് 40, പിന്നെ 20, അത് കഴിഞ്ഞിട്ടാണ് ഇതേപോലത്തെ ബോർഡൊക്കെയാണ് പിന്നെ കിട്ടിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് 30-55 ടിപ്പിൻ്റെ ബോർഡൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഇതൊരു കാലത്ത് പുലിയായിരുന്നു. കണ്ട ഇത്ര ഉള്ളെങ്കിലും സംഭവം അടിപൊളിയാണ്. ഇതിൻ്റെ അകത്ത് മോസ്ഫെറ്റ് പാരൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വർക്കിംഗ് കിട്ടുന്നൊരു ബോർഡാണ്. അപ്പം അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അതിനകത്ത് പോയ കമ്പോണൻസ് തുരുമ്പ് പിടിച്ചേക്കുന്നില്ല, ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് വേറെ ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് തുരുമ്പ് പിടിച്ചും കാലൊടിഞ്ഞൊക്കെ ആയിട്ട് ഇരുന്ന റെസിസ്റ്റർ സാധനങ്ങളെല്ലാം പറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബാക്കി സ്പെയറിലെ ഇടാനുണ്ട്. അതെല്ലാം ഇട്ടൊന്ന് സെറ്റ് ചെയ്യാം. കമ്പോണൻസ് എല്ലാം ഏറെക്കുറെ എല്ലാം തപ്പിപ്പെറുക്കി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ലെഗെല്ലാം സോൾഡർ ചെയ്യാനുണ്ട്. ലെഗെല്ലാം സോൾഡർ ചെയ്തിട്ട് മോസ്ഫെറ്റ് കൊണ്ട് സോൾഡർ ചെയ്തിട്ട് വേണം സപ്ലൈ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ബാക്കി ഇതെല്ലാം സോൾഡർ ചെയ്തിട്ട് ബാക്കി നോക്കാം. സ്പെയറിൻ്റെ സോൾഡറിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഇട്ടതിൻ്റെ എല്ലാം ഈ മോസ്ഫെറ്റ് കയറ്റി സെറ്റ് ചെയ്യണം. മോസ്ഫെറ്റ് ലെഗ് കാര്യങ്ങളെല്ലാം സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഹീറ്റ് സിങ്ക് കോമ്പൗണ്ടും കൂടി ഇട്ടിട്ട് കയറ്റി വേണം സെറ്റ് ചെയ്യാൻ.
മോസ്ഫെറ്റിൻ്റെ സോൾട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സപ്ലൈ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. സപ്ലൈ ഓൺ ആക്കിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സീരീസ് ആണ് ഇതിനോട് കണക്ട് ചെയ്തേക്കുന്നത്. ബോർഡ് നല്ല ലോക്ക് ആയിട്ടുണ്ട്. ഷോർട്ടിങ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഒരു കൺട്രോൾ കണക്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം ഓഡിയോയും കൂടെ. ഇൻപുട്ടിനോട് കൺട്രോളും കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഓഡിയോയും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. ഓഡിയോയും കണക്ട് ചെയ്തു. പവർ ഓൺ ആക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. Mode, FM mode, line in mode, Bluetooth mode, USB driver mode. ബോർഡ് നല്ല ലോക്കാണ്. ഒരു ഫിൽറ്റർ ബോർഡ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് ആവും. വേറെ ഹീറ്റോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.